ഇസ്രായേൽ സംഘർഷം പശ്ചിമേഷ്യയിൽ ആശങ്ക ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാനിലെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് ഇറാനിയൻ നടി എൽനാസ് നൊറൂസി വീൽ ഓഫ് ഫോർച്യൂൺ ഗെയിം ഷോയിലായിരുന്നു തന്റെ മാതൃരാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വ്യക്തിപരമായ ഭയങ്ങളെയും കുറിച്ച് താരം തുറന്നു പറഞ്ഞത്. ഇറാൻ ഭരണകൂടത്തിന്റെ നയങ്ങളെ നേരത്തെ തന്നെ തുറന്ന വിമർശന വിധേയമാക്കിയിട്ടുള്ള എൽനാസ് താൻ ഇനി മാതൃരാജ്യത്തിലേക്ക് തിരികെ പോകാൻ കഴിയില്ലെന്ന ഭയം പങ്കുവച്ചു. ബോളിവുഡ് താരം അക്ഷയ് കുമാറുമായി നടത്തിയ സംഭാഷണത്തിലും ഇതേ ആശങ്കയാണ് അവർ വ്യക്തമാക്കിയത്. ഇറാനിലേക്ക് മടങ്ങിയാൽ എന്റെ ജീവൻ നഷ്ടമായേക്കാം എന്നവർ പറഞ്ഞു. 1990-ൽ ടെഹ്റാനിൽ ജനിച്ച എൽനാസ് പിന്നീട് കുടുംബത്തോടൊപ്പം ജർമ്മനിയിലേക്ക് കുടിയേറി. മാതാപിതാക്കൾ ജർമ്മനിയിലായിരുന്നാലും നിരവധി ബന്ധുക്കൾ ഇപ്പോഴും ഇറാനിലാണെന്ന് അവർ പറഞ്ഞു. 2018-ൽ അവസാനമായി ഇറാൻ സന്ദർശിച്ചുവെന്നും നടി വ്യക്തമാക്കി. ഇറാനിലെ യാഥാർത്ഥ്യം പുറം ലോകത്തിന് പൂർണ്ണമായി മനസ്സിലാകുന്നില്ലെന്ന് എൽനാസ് പറയുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രത്യയശാസ്ത്രത്തെ ഇറാനിലെ ഭൂരിഭാഗം ജനങ്ങളും പിന്തുണയ്ക്കുന്നില്ല. ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരും രാഷ്ട്രീയ ബോധമുള്ളവരുമാണ്. ഒരു കാലത്ത് അമേരിക്കയുമായും ഇസ്രയേലുമായും ഇറാന് നല്ല ബന്ധമുണ്ടായിരുന്നു എന്നും താരം പറഞ്ഞു. ഇറാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാജ്യവും ഭരണകൂടവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്നും അവർ ചൂണ്ടിക്കാട്ടി. രാജ്യവും ജനങ്ങളും മുഴുവനായും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഭൂരിഭാഗം ഇറാനിയൻ ജനതയും ജനാധിപത്യ മൂല്യങ്ങൾക്കായി ആഗ്രഹിക്കുന്നുവെന്നാണ് നടി പറഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ വർഷങ്ങളായി വിമർശനം നടത്തിയതിനാൽ തനിക്കിനി ഇറാനിൽ പ്രവേശിക്കാനാകില്ലെന്നതാണ് എൽനാസിന്റെ ഭയം. ഞാൻ ഇറാനിൽ പോയാൽ അവരെന്നെ കൊല്ലും എന്നതായിരുന്നു അവരുടെ തുറന്ന പ്രതികരണം. 2022-ൽ കുർദിഷ് യുവതി മഹ്സ അമിനിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്താകെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളിലും എൽനാസ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് സദാചാര പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്ന മഹ്സ അമിനിയുടെ മരണമാണ് ആ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. അന്ന് ഭരണകൂടത്തിനെതിരെ തുറന്ന നിലപാടെടുത്തത് കുടുംബത്തെ പോലും ആശങ്കപ്പെടുത്തിയിരുന്നുവെന്ന് നടി പറയുന്നു. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന സാഹചര്യമാണെന്നും എൽനാസ് ആരോപിച്ചു. നിലവിലെ യുദ്ധത്തിൽ സാധാരണക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം വർഷങ്ങളായി അധികാരം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത നേതൃത്വത്തിനാണെന്നും അവർ പറഞ്ഞു. ഇറാനിൽ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ പല സ്ഥലങ്ങളിലും ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കുടുംബവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും എൽനാസ് വ്യക്തമാക്കി. അവർ സുരക്ഷിതയായിരിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും ആശങ്ക മാറുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു. ഇറാനിൽ നിന്ന് പുറത്തേക്ക് കുടിയേറുക വളരെ പ്രയാസവും ചെലവേറിയതാണെന്നും തൊഴിലില്ലായ്മയും ഉയർന്ന ജീവിത ചെലവും ജനങ്ങളെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളാണെന്നും അവർ പറഞ്ഞു. ഇത് വാർത്തകളിലെ യുദ്ധം മാത്രമല്ല, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്ന യാഥാർത്ഥ്യമാണെന്നും എൽനാസ് പറഞ്ഞു. ചരിത്രപരമായി വൈവിധ്യമാർന്ന സംസ്കാരങ്ങൾ സ്വീകരിച്ചിരുന്ന രാജ്യമാണ് ഇറാൻ എന്നും എൽനാസ് ഓർമ്മിച്ചു. ഒരു കാലത്ത് പേർഷ്യ എന്നറിയപ്പെട്ടിരുന്ന രാജ്യത്ത് വിശ്വാസത്തിലും വസ്ത്രധാരണത്തിലും വലിയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഇന്നത്തെ ഭരണകൂടം അധികാരം പിടിച്ചെടുത്തതിനു ശേഷം സ്വാതന്ത്ര്യം എന്താണെന്ന് പല ഇറാനിയൻ ജനതയും അറിയാതെ പോയി. പുതിയ തലമുറ ജനാധിപത്യം ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യമുള്ള സമൂഹത്തിലേക്ക് ഇറാനെ തിരികെ എത്തിക്കണം എന്നും എൽനാസ് നൊറൂസി അഭിപ്രായപ്പെട്ടു. ഇറാനിൽ ഒരു ഭരണാധികാരിയെയും ഇറാനിയൻ ജനത നേരിട്ട് തിരഞ്ഞെടുക്കുന്നില്ലെന്ന് നേരത്തെ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ താരം ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ 47 വർഷമായി ജനങ്ങൾ തിരഞ്ഞെടുക്കാത്തവരാണ് രാജ്യത്ത് അധികാരത്തിലെത്തുന്നതെന്നും താരം ചൂണ്ടിക്കാട്ടി. കൊല്ലപ്പെട്ട പരമോന്നത നേതാവായിരുന്ന അലി ഖമനേയിയുടെ കാര്യത്തിലും ഇത് തന്നെയാണെന്നും എൽനാസ് പറഞ്ഞു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ഖമനേയിയുടെ മകൻ മൊജ്തബ ഹുസൈനി ഖമനേയിയെ തിരഞ്ഞെടുക്കുന്നുവെന്ന വാർത്തകളോടായിരുന്നു എൽനാസിന്റെ അടുത്ത പ്രതികരണം. ഇറാൻ ജനതയ്ക്ക് പരിചയമില്ലാത്ത ആളുകളെയാണ് വീണ്ടും അധികാരത്തിൽ എത്തിക്കുന്നത്. ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒന്നും പറയാൻ പോലും കഴിയില്ല, അവർ വ്യക്തമാക്കി. ഇറാനിൽ ജനിച്ച എൽനാസ് സേക്രഡ് ഗെയിംസ് എന്ന വെബ് സീരീസിലൂടെയാണ് ഇന്ത്യയിൽ ശ്രദ്ധേയയായത്. നിലവിൽ കുടുംബത്തോടൊപ്പം ജർമ്മനിയിലാണ് അവർ താമസിക്കുന്നത്. ഫെബ്രുവരി 28-ന് US-ഉം ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ സൈനിക ആക്രമണം ആരംഭിച്ചതായും ഇതിൽ പരമോന്നത നേതാവ് ഖമനേയി കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. പിന്നാലെ ഇറാൻ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതോടെ മേഖലയിൽ സംഘർഷം രൂക്ഷമായി. 5 ദിവസത്തിലധികമായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇറാനിലെ കുടുംബാംഗങ്ങളായോ സുഹൃത്തുക്കളായോ ഇപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും എൽനാസ് പറഞ്ഞു.
വിവരവിനിമയ സംവിധാനങ്ങൾ വീണ്ടും തകരാറിലായിരിക്കുകയാണ്. സാധാരണക്കാർ സുരക്ഷിതരായിരിക്കാൻ വീടുകളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമുണ്ട്. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ഇതേ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. കിരീടാവകാശിയായ റസ പഹലവിയും ഇതേ നിലപാടാണ് സ്വീകരിച്ചത് എന്നും അവർ പറഞ്ഞു. മുൻപുണ്ടായ പ്രതിഷേധ കാലങ്ങളെക്കാൾ കൂടുതൽ അരക്ഷിതാവസ്ഥയാണ് ഇപ്പോൾ ഇറാനിൽ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും എൽനാസ് ചൂണ്ടിക്കാട്ടി. ഇറാനിൽ നല്ല ജീവിതം സാധ്യമല്ലാത്തതിനാൽ 50 ലക്ഷത്തിലധികം ഇറാനികൾ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറിയതും വലിയ ദുഃഖകരമായ യാഥാർത്ഥ്യമാണെന്നും അവർ പറഞ്ഞു. ഇന്ത്യൻ സിനിമയിലും വെബ് സീരീസുകളിലും സജീവമായ എൽനാസ് കാണ്ഡഹാർ, ഡെവിൾ, ദ ബ്രിട്ടീഷ് സീക്രട്ട് ഏജന്റ്, ടെഹ്റാൻ, മസ്തി 4 തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ മെയ്ഡ് ഇൻ ഹെവൻ, ദ ട്രെയ്റ്റേഴ്സ്, രൺനീതി, ബാലക്കോട്ട് ആൻഡ് ബിയോണ്ട് എന്നീ വെബ് സീരീസുകളിലും അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു.